ഓ സത്യവിശ്വാസികളെ, നിങ്ങളെല്ലാം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ലഅല്ലകും തുഫ്ലിഹൂൻ, അപ്പോഴേ നിങ്ങൾക്ക് വിജയിക്കാനാകൂ. സത്യത്തിൽ സമുന്നതമായ സ്ഥാനമാണ് ഈമാനിന്റെ സ്ഥാനം. മുഅ്മിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനം നമുക്ക് എണ്ണിയാൽ കണക്കാക്കാൻ കഴിയൂല. ആ ഒരു സ്ഥാനത്തിന് വേണ്ടിയാണ് ലോകത്ത് കഴിഞ്ഞു പോയ ആരിഫീങ്ങൾ, സുദ്ദീഖീങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും തൗബ ചെയ്യുക എന്നത് നിങ്ങളിൽ നിന്ന് ഒരിക്കലും ഒഴിവാകാൻ പാടില്ല. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്ന കാര്യം നിങ്ങൾ ഒരാളും അമാന്തം കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ഏതൊരു മനുഷ്യനിലും സദാസമയവും, അതാരാണെങ്കിലും, സയ്യിദുൽ അംബിയ അല്ലേ മുഹമ്മദ് മുസ്തഫ. എന്നിട്ടും ഹബീബായ റസൂൽ എന്താ പറഞ്ഞത്? ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ ഫീ കുല്ലി യൗമിൻ 100 മറ. ഞാൻ അല്ലാഹുവിലേക്ക് ഒരു ദിവസം 100 തവണയെങ്കിലും ഖേദിച്ചു മടങ്ങുന്നുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തഫ്സീർ ബഹറുൽ മദീനിൽ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ലാ യകാദു യഖുലു അഹദുക്കും മിൻ തഫരീത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയിൽ നിന്ന് അതിരുവിട്ടു പോവുക എന്നത് പലപ്പോഴും ഒരാളിൽ നിന്നുണ്ടാവുന്ന കാര്യം തന്നെയാണ്, അയാൾ ആരാണെങ്കിലും. വലാ സിയമാ ഫിൽ കഫി അനി ശഹവാതി, ദേഹേച്ഛകളെ തടയുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചു. വഖീല തൂബു മിമ്മാ കുൻതും തഫഅലൂനഹു ഫിൽ ജാഹിലിയ്യ. ബഹുമാനപ്പെട്ട സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിൽ അവരെല്ലാം എത്രയോ വലിയ തിന്മ ചെയ്ത ആളുകളായിരുന്നു. അതായത് ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് വലിയ തിന്മകൾക്ക് വിധേയരായ ആളുകളാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടി ഈമാൻ സ്വീകരിക്കുന്നതിന് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടികളായ ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വളരെ അപൂർവമായ ആളുകൾ മാത്രമാണ് മാന്യന്മാർ. അല്ലെങ്കിലും ആ കാലഘട്ടത്തിന്റെ രീതി തന്നെ എങ്ങനെയായിരുന്നു? തിന്മ ചെയ്യുക ആ കാലഘട്ടത്തിന്റെ ഒരു പൊതുവായ സ്വഭാവമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിന്റെ രീതികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ലാകിൻ വഇൻ ജുബ്ബ ബിൽ ഇസ്ലാം, ഇസ്ലാമിലായതോടുകൂടെ തന്നെ ഇന്നൽ ഇസ്ലാമ യഹ്ദി മാ കാന ഖബ്ലഹു, ഒരാൾ ഇസ്ലാമായി കഴിഞ്ഞാൽ അയാൾ ചെയ്തു പോയ അബദ്ധങ്ങളെ മുഴുവനും, എന്തുകൊണ്ട്? സത്യത്തിനെ അംഗീകരിച്ചുകൊണ്ട് നല്ല നടപ്പിന് അയാൾ തയ്യാറായിരിക്കുകയാണ് പൂർണ്ണമായും. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ലെന്ന് അയാൾ കൃത്യമായും ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. ഇനി അള്ളാഹുവിന്റെ നിയമങ്ങളെ വിട്ടകന്നു പോവുകയില്ലെന്ന് അയാൾ ശപഥം ചെയ്തിരിക്കുന്നു. ഇതാണല്ലോ കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉൾസാരം. അപ്പൊ അതിലേക്കൊരാൾ വരുന്നതോട് കൂടെ സ്വാഭാവികമായും അയാൾ ഇന്നൽ ഇസ്ലാമ യഹ്ദി മാ കാന ഖബ്ലഹു, മുമ്പുള്ള എല്ലാ തിന്മകളെയും അതില്ലാതാക്കി കളയും ഇസ്ലാമിൽ വരിക എന്നാൽ, സത്യസന്ദേശം സ്വീകരിക്കുക എന്നാൽ മുൻകാലത്തെ എല്ലാ തിന്മകളെയും അതില്ലാതെയാക്കി കളയും. അത്രയും വലിയ പദവിയാണത്. എങ്കിൽ പോലും നിങ്ങൾ ഇസ്ലാമിൽ ചേർന്ന് വന്നു, നിങ്ങൾ സത്യസന്ദേശത്തെ സ്വീകരിച്ചു, എന്നാൽ പോലും പഴയ കാലത്തെ ചെയ്തികളെ തൊട്ട് നിങ്ങൾ അല്ലാഹുവോട് മാപ്പിരക്കണം എന്നാണ് ഇതിന്റെ ഉൾസാരം എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ബഹറുൽ മദീനിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ലാകിൻ യജിബുൻ നദമു അലൈഹി, അജ്ഞാന കാലഘട്ടത്തിൽ ഞാൻ അല്ലാഹുവിന്റെ ദീൻ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങളെ കുറിച്ച് ഖേദിക്കുക എന്നത് ഇസ്ലാമിൽ വന്നവന് പോലും നിർബന്ധമാണ്. വൽ അസ്മു അലൽ കഫി അൻഹു, ഇനി ഒരിക്കലും അത്തരം കാര്യങ്ങൾ എന്റെ ജീവിതത്തിന് ആവർത്തിക്കുകയില്ല എന്നതിനെ തൊട്ട് എന്റെ ശരീരത്തെ പൂർണ്ണമായി തടയും എന്നത് ദൃഢനിശ്ചയം ചെയ്യലും ഏതൊരു വിശ്വാസിക്കും നിർബന്ധമാണ്. എന്നാൽ കുല്ലമായ തദക്കറു, ആ കാര്യം അവന്റെ മനസ്സിൽ പഴയകാല തിന്മയുടെ ജീവിത രീതി കാര്യങ്ങൾ അവന്റെ മനസ്സിൽ വരുമ്പോഴെല്ലാം, അതവൻ ഓർക്കുമ്പോഴെല്ലാം, അവന്റെ മനസ്സിൽ വരുമ്പോഴെല്ലാം എല്ലാം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങണം. എന്തുകൊണ്ട്? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, മനുഷ്യൻ തൗബയിലേക്ക്
ഏറ്റവും അത്യാവശ്യമുള്ളവനാണ്. മിൻ തവഹുമി അന്നഹു ലൈസ മുഹ്താജൻ ഇല തൗബ, എനിക്ക് തൗബയൊന്നും ആവശ്യമില്ല എന്നൊരാൾ വിചാരിച്ചു പോകുന്നതിൽ നിന്ന് പോലും അവൻ തൗബ ചെയ്യൽ അത്യാവശ്യമാണ്. എനിക്ക് തൗബയൊന്നും ആവശ്യമില്ല. എന്തുകൊണ്ട്? ഞാന് ഒരാൾ അല്ലാഹുവിന്റെ സത്യസന്ദേശത്തെ സ്വീകരിച്ചു, പഴയ കാലത്ത് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയായിരുന്നു, പിന്നെ അവൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. ഇനി ഒരു സത്യസന്ദേശത്തിൽ നേരത്തെ നിലനിന്നിരുന്ന ഒരാൾ പക്ഷേ അയാൾ തെറ്റിപ്പോയിട്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. അങ്ങനെ ഖേദിച്ചു മടങ്ങിയാലോ ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്തിൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞല്ലോ, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, ഈമാനിലേക്ക് മടങ്ങി. അതായത് എന്റെ പരിശുദ്ധ സത്യവിശ്വാസി തന്നെ, പക്ഷേ അവന്റെ ജീവിതത്തിൽ അബദ്ധങ്ങളും അപരാധങ്ങളും സംഭവിച്ചു. പിന്നെ അവൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തയ്യാറായി. എന്നാൽ ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹാ, സ്വാലിഹായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു തുടങ്ങി നല്ലവനാകാൻ തീരുമാനിച്ചു. എന്നാൽ പോലും പഴയകാല ജീവിത രീതി അവന്റെ മനസ്സിൽ വരുമ്പോഴത്തേനും അവൻ അല്ലാഹുവിലേക്ക് വീണ്ടും ഖേദിച്ചു മടങ്ങണം. എപ്പോഴെല്ലാം നമ്മുടെ ആളുകൾക്ക് വരുന്നൊരു ഭീമമായ അബദ്ധം, പഴയ കാലത്ത് തെറ്റ് ചെയ്തിരുന്ന ചില ആളുകൾ പിന്നീട് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. എന്നാലും ചിലപ്പോഴെല്ലാം തന്റെ കൂട്ടുകാരെ കൂട്ടിയിരുത്തി പഴയകാല ചെയ്തികൾ സരസമായി പറയും. ഞാൻ ഇന്നാലിന്ന സിനിമക്ക് പോയിരുന്ന കാലത്ത്, ഞാൻ ഇന്നാലിന്ന ചെയ്തിരുന്ന കാലത്ത്, ഞാൻ ഇന്ന രാത്രി ഇന്നാലിന്ന ഇറങ്ങി നടന്നിരുന്ന കാലത്ത് എന്നൊക്കെ പറഞ്ഞ് സരസമായി സംസാരിക്കും. എന്നാലോ ഇപ്പോൾ നല്ല നടപ്പുകാരൻ തന്നെ, ഇപ്പോൾ ആള് നല്ല നടപ്പുകാരൻ തന്നെ, പക്ഷേ ആ പഴയകാല ചെയ്തികളെ ഓർത്തുകൊണ്ടിങ്ങനെ സരസമായി സംസാരിക്കും. ബഹുമാനപ്പെട്ടവരിവിടെ വിശദീകരിക്കുന്നത്, നീ സത്യവിശ്വാസിയാണ്, നീ സമുന്നതനാണ്, അയ്യുഹൽ മുഅ്മിനൂൻ എന്ന് അല്ലാഹു പറയുന്ന ഉന്നതമായ സ്ഥാനം നേടിയവനാണെങ്കിൽ പോലും അല്ലാഹു പറയുന്നില്ലേ, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, നിങ്ങൾ മുഅ്മിനാണെങ്കിലും ഖേദിച്ചു മടങ്ങിക്കൊണ്ടേയിരിക്കണം. ഒരു മനുഷ്യൻ തൗബ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തൗബ ആവശ്യമില്ല എന്ന ചിന്ത ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സെക്കൻഡ് ഒരു ചിന്ത വന്നു, ഞാൻ ഉന്നതനാണല്ലോ, എനിക്ക് തൗബയുടെ ആവശ്യമില്ല, അപ്പോൾ തൗബ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങൽ ആവശ്യമില്ലാത്ത ഒരു സെക്കൻഡ് ഒരു അബദിനുണ്ടാവുകയില്ല. അവൻ എത്ര വലിയ സ്ഥാനത്ത് ചെന്നാലും ഈ അവസ്ഥയാണ് സത്യത്തിൽ അവനെ ഉന്നതനാക്കുക. അവൻ ആരിഫായി, അവൻ സുദ്ദീഖായി, അവൻ ഖുത്ബുൽ അഖ്താബായി. എപ്പോഴാണ് ഖുത്ബുൽ അഖ്താബാവുക? ഖുത്ബുൽ അഖ്താബാവൽ കേവലം ദിക്ർ കൊണ്ടല്ല. ദിക്ർ ഒരു പക്ഷേ അവനെ വാച്യമായ ദിക്ർ ചെല്ലുന്ന നാടന്മാര് ഭൂമിയിലുണ്ടാവും. ഒരു ഖുത്ബുൽ അഖ്താബിനേക്കാൾ കൂടുതൽ ദിക്ർ ചെയ്യുന്ന നാടന്മാരുണ്ടാവും. പക്ഷേ പിന്നെ എന്താ ഈ ഖുത്ബുൽ അഖ്താബാൻ കാരണം? ബിസ്വഫായി ഖൽബിഹി വദില്ലത്തി നഫ്സിഹി വൻകിസാരി ഖൽബിഹി ബൈന യദൈ റബ്ബിഹി. അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ മനസ്സിന്റെ ഖേദം, ഒരടിമ എന്ന നിലയിൽ ഞാൻ എത്ര ശരിയായാലും ശരിയാവുന്നില്ലല്ലോ എന്ന ചിന്ത, ഞാൻ എത്ര ശരിയായാലും ശരിയാവുന്നില്ലല്ലോ എന്ന ചിന്ത. അമ്പിയാ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ പ്രധാനി ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അല്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ അപരാധ ചിന്തകൾ വരുന്നു എന്ന് സയ്യിദുനാ ഹൻളല റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനോട് പറയാ, സിദ്ദീഖേ, നിങ്ങളുടെ സഹോദരൻ ഹൻളല മുനാഫിഖാണ്. എനിക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ ഒരു മനസ്സാണ്, അവിടുന്ന് വന്നാൽ പിന്നെ വീട്ടിലെത്തിയാൽ ആ മനസ്സൊക്കെ പോയി, പിന്നെ ചിരിയും കളിയും തമാശയും ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഹൻളല മുനാഫിഖാണ് എന്ന് പറയുമ്പോൾ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ വിചാരിച്ചത്? അബൂബക്കർ മുനാഫിഖാണ് എന്ന്. അബൂബക്കർ സിദ്ദീഖിനേക്കാൾ വലിയ ഒരാളില്ലല്ലോ. ഈ ലോകത്ത് ഏതൊരു വലിയന്റെയും ഏതൊരു ഖുതുബിന്റെയും മേലെയാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം അത്രയും വലുതാണ്. എന്തുകൊണ്ട്? ലൗ കുന്തു മുത്തഖിലൻ ഖലീലൻ ലത്തഖർതു അബൂബക്കറിൻ ഖലീലാ. ഒരാളെ ഞാൻ കൂട്ടുകാരനായി തെരഞ്ഞെടുക്കുകയായിരുന്നുവെങ്കിൽ അബൂബക്കറിനെയാണ് ഞാൻ തെരഞ്ഞെടുക്കുക എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സ്ഥാനമാണ് സിദ്ദീഖിന്റെ സ്ഥാനം. അമ്പിയാ കഴിഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ സിദ്ദീഖിനെ എണ്ണിയില്ലേ?
സിദ്ദീഖിലൂടെ ഒരു സ്ഥാനം വന്നില്ലേ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ സിദ്ദീഖിന്റെ മനസ്സെന്താ? സിദ്ദീഖിന്റെ മനസ്സ് നാഫഖ ഹൻളല എന്ന ഹൻളല, ഞാൻ മുനാഫിഖാണ് സിദ്ദീഖുൽ അക്ബറെ, ഞാൻ മുനാഫിഖാണ്. എനിക്ക് നബിയുടെ മുന്നിൽ ഒരു മനസ്സാണ്, എനിക്ക് വീട്ടിലെത്തിയാൽ ചിരിയും കളിയും മറ്റൊരു മനസ്സാണ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ വിചാരിക്കുന്നത് നാഫഖ അബൂബക്കറിൻ, അബൂബക്കർ മുനാഫിഖാണ് എന്നാണ്. അല്ലാതെ ഹൻളല മുനാഫിഖാനുള്ള ഫത്വ കൊടുക്കല്ല. ഹൻളലയുടെ നിഫാഖ് മാറാനുള്ള, അത് നിഫാഖ് അല്ലല്ലോ, ഫത്വ കൊടുക്കുകയല്ല സിദ്ദീഖ് ചെയ്യുന്നത് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ ചിന്തിക്കുന്നത് നഫഖ അബൂബക്കറിൻ, അബൂബക്കർ മുനാഫിഖാൻ. ഈ ഒരു മനസ്സ് ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞത്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ. അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഈ ആയത്തിനെ പരാമർശിക്കാനുള്ള കാരണം എന്താ? ഏതൊരാളും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട ഒരു സമയമാണിതേ സത്യവിശ്വാസികൾ. ഏതൊരാളും